നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തികൾ എന്തെന്നും അർദ്ധപതാക ഹസ്തവിനിയോഗം ചെയ്യുന്നത് എങ്ങനെയെന്നും മനസ്സിലാക്കി. ഇന്ന് നാട്യ അവതരണം എവിടെ വെച്ചാണ് ഉണ്ടായത് എന്ന് നോക്കാം. ഭരതമുനി തൻ്റെ 105 പുത്രന്മാർക്കും 24 അപ്സരസ്സുകൾക്കും നാട്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം നാട്യ അവതരണത്തിനു വേണ്ടി ബ്രഹ്മാവ് നല്ലൊരു ദിനം കുറിച്ചുകൊടുത്തു. ദേവേന്ദ്രന്റെ ധ്വജോത്സവം നടക്കുന്ന വേദിയായിരുന്നു അത്. നാട്യ അവതരണത്തിലേക്ക് വേണ്ടിയ ഉപകരണങ്ങളെല്ലാം തന്നെ ദേവന്മാർ ദാനം നൽകുകയുണ്ടായി. ദേവേന്ദ്രൻ തൻ്റെ വിശിഷ്ടമായ കൊടിമരമാണ് നൽകിയത്. ബ്രഹ്മാവ് ഒരു വളഞ്ഞ വടി നൽകി. വിദൂഷക പ്രയോഗത്തിന് ഉപയോഗിക്കുന്നതാണ് വളഞ്ഞ വടി. അതുപോലെ വരുണൻ ജലപാത്രം, സൂര്യൻ കുട, കുബേരൻ കിരീടം, ശിവൻ പ്രയോഗസിദ്ധിക്ക് വേണ്ടിയ അനുഗ്രഹം, വിഷ്ണു സിംഹാസനം, വായു ആലവട്ടം, സരസ്വതി ദേവി ശ്രവണസുഖം എന്നിവയാണ് നൽകിയത്. ദേവന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, അസുരന്മാർ, നാഗങ്ങൾ അങ്ങനെ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവരും വളരെയേറെ സന്തോഷിച്ചു. തങ്ങളുടെ വകയായി നാനാജാതിയിൽപ്പെട്ട ജനങ്ങൾക്കു വേണ്ടിയ വ്യത്യസ്ത ഗുണവിശേഷങ്ങൾ നൽകുകയുണ്ടായി. വാക്കുകൾ, ഭാവങ്ങൾ, രസങ്ങൾ, ആകൃതി വിശേഷങ്ങൾ, പ്രയോഗസിദ്ധികൾ എന്നിവയാണ് അവ. തുടർന്ന് നാട്യാവതരണം ആരംഭിച്ചു. ദേവേന്ദ്ര വിജയം എന്ന കഥയാണ് നാട്യമായി അവതരിപ്പിച്ചത്. നാട്യ അവതരണം പകുതിയായപ്പോഴേക്കും അസുരന്മാർ വിഘ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. എന്തുകൊണ്ടാണ് അസുരന്മാർ വിഘ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് കർത്തരീമുഖ ഹസ്തവിനിയോഗം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. കർത്തരീമുഖം എന്നാൽ കത്രിക എന്നാണ് അർത്ഥം. കർത്തരീമുഖ ഹസ്ത വിനിയോഗഃ സ്ത്രീ പുംസയോസ്തു വിശ്ലേഷേ വിപര്യ സബദേപിവ ലുണ്ഠനേ നയനാന്തേ ച മരണേ ഭേദഭാവനേ വിദ്യുദർത്ഥേ ഏകശയ്യാ വിരഹേ പതനേ തഥാ ലതായാം യുജ്യതേ യസ്തു സ കർത്തരീമുഖഃ. ഇതിൽ സ്ത്രീപുംസയോസ്തു വിശ്ലേഷ എന്നത് 2 വിധത്തിൽ ചെയ്യാം. ഒന്ന് ഇപ്രകാരം, മറ്റൊന്ന് സ്ത്രീപുംസയോസ്തു വിശ്ലേഷേ. ഈ മുദ്രയ്ക്ക് പകരം ഇതും പ്രയോഗിക്കുന്നതാണ്. സ്ത്രീപുംസയോസ്തു വിശ്ലേഷേ എന്നാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്ന അവസ്ഥ, അതായത് വിരഹം അനുഭവിക്കുന്ന അവസ്ഥ. വിപര്യ സബദേ പിവ വൈരുദ്ധ്യം കാണിക്കാൻ ഉപയോഗിക്കുന്നു. ലുണ്ഠനെ ഉരുളൽ അല്ലെങ്കിൽ ചുറ്റൽ എന്നല്ല അർത്ഥം. നയനാന്തേ കൺകോണുകൾ, മരണേ ഡെത്ത് മരണം, ഭേദഭാവനെ അകൽച്ച ഒറ്റപ്പെട്ട് പോവുക, വിദ്യുദർത്ഥെ ഇടിമിന്നൽ, ഏകശയ്യാവിരഹെ ഒറ്റയ്ക്ക് കിടക്കുക. ഇതും വേർപാടിനെ കാണിക്കുവാൻ ഉപയോഗിക്കുന്നു. പതനെ വീഴുക, ലതായാം വള്ളി ചെടി. ഇതാണ് കർത്തരീമുഖ ഹസ്തവിനിയോഗത്തിന്റെ അർത്ഥം. അടുത്ത ക്ലാസ്സിൽ
അസുരന്മാർ എന്തിനാണ് വിഘ്നമുണ്ടാക്കിയത് എന്നും മയൂരഹസ്ത വിനിയോഗവും പഠിക്കാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.